Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പപ്പൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് UPSC. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടിയും സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ, അതുപോലെ തന്നെ സിവിൽ സർവീസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സിവിൽ സർവീസിനെ കുറിച്ച് തന്നെ വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ എല്ലാ സമയത്തും നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവരോട് ഫസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, UPSC നിങ്ങൾ ആ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ് UPSC എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഹിമാലയത്തിലോട്ട് കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഫസ്റ്റ് കയറണമെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഹിമാലയം, എത്ര ഹൈറ്റ് ഉണ്ട്, ഏതൊക്കെ വഴിയിലൂടെ ഹിമാലയത്തിലേക്ക് എത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയാലേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ, കീഴടക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ UPSC എന്നുള്ള ഏത് PSC ആണെങ്കിലും മറ്റൊരു ഏത് എക്സാം ആണെങ്കിലും നമുക്ക് എന്താണ് എക്സാം വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പൊ അത് നിങ്ങൾക്ക് വ്യക്തമായി ക്ലിയർ ആക്കുന്ന ഒരു കാര്യമാണ് എന്താണ് UPSC, എത്ര ഘട്ടങ്ങളാണ് UPSC നടത്തുന്നത്, അതുപോലെ അതിന്റെ ഏജ് ക്വാളിഫിക്കേഷൻസ് എന്ത് വേണം, അതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, സിലബസ് ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, സിലബസിന് മാത്രമേ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ UPSC കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ UPSC-യുമായി KS-യുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും, ഫ്രീ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസ് ടെസ്റ്റുകൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ടെലിഗ്രാം ആണ്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്നുമായിട്ട് നേരിട്ട് ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ മറ്റൊന്നും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ UPSC ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഞാനൊരു PDF കാണിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. PDF-ന്റെ ലിങ്കും ആ PDF ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് എടുത്ത് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ്. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയുള്ള നമ്പറുമായിട്ട് തന്നെ ബന്ധപ്പെടുക. ഓക്കെ, വാട്ട് ഈസ് സിവിൽ സർവീസ് എന്നുള്ളത് ഞാൻ മുമ്പും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയാം. ഈ സിലബസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. സിവിൽ സർവീസ് UPSC എന്ന് പറയും. ഓക്കെ, UPSC ആണ് എന്ത് ചെയ്യുന്നത് എക്സാം നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെ, റൈറ്റിംഗ് സ്കില്ല്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മറ്റുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സിവിൽ സർവീസ് പോസ്റ്റിലോട്ടാണ് ഇതിൽ ഇന്ന്. ഓക്കെ, അതുപോലെ തന്നെ 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. 2 hours വരുന്ന 2 പേപ്പർ പ്രിലിംസ് ഉണ്ട്, പിന്നെ 3 hours വരുന്ന മെയിൻസ് ഉണ്ട് ഓരോ പേപ്പറും, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നോക്കാം. ഓരോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘട്ടത്തിൽ പ്രിലിംസിൽ 200 മാർക്ക്, GS1 200 മാർക്ക്, CSAT ഇങ്ങനെയാണ്. അതിൽ GS1 മാത്രമേ CSAT ക്വാളിഫയിങ് പേപ്പർ ആണ് നടന്നിരിക്കുക, ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. മെയിൻസ് 1750 മാർക്കിനാണ്, ഇന്റർവ്യൂ 2275 മാർക്കിലേക്കാണ്. ഇത് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പർ ആണ്. അല്ലെങ്കിൽ പ്രിലിംസ് ആയാലും പ്രിലിംസിന്റെ മാർക്ക് എവിടെയും നോക്കുന്നില്ല, ടോട്ടൽ മാർക്ക് നോക്കുന്നത് ഇത് രണ്ടിന്റെയും മാർക്ക് കൂടിയിട്ട് മാത്രമാണ്. 2025 മാർക്ക് മെയിൻസ്, ഇന്റർവ്യൂ അടക്കം മാത്രം. ഓക്കെ, വർഷം നടക്കാറുണ്ട്. ഇതിന്റെ എത്ര പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റും, നമ്മളുടെ ജനറലിന് 6 പ്രാവശ്യം. ഓക്കെ, അതുപോലെ തന്നെ OBC, PWD തുടങ്ങിയവർക്ക് 9 പ്രാവശ്യം ആ രീതിയിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ SC STക്ക് എന്തില്ല, ലിമിറ്റ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ്, ഏതൊക്കെ ലാംഗ്വേജിലുള്ളത്, ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആനുവൽ എത്ര പ്രാവശ്യം എത്ര പേര് എഴുതുന്നു, ഏകദേശം അപ്ലിക്കൻസ് വരുന്നത് 10 ലക്ഷത്തോളം, അത് 4 ലക്ഷത്തോളങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. അതിന്റെ കണക്ക് പ്രകാരമാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ്, എനി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കാം. ഫീ 100 രൂപ ഫീ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.07 ആണ്. അതുപോലെ തന്നെ 0.157% പ്രിലിംസിൽ വരുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ട് നടത്തുന്ന എക്സാം ആണത്. ഞാൻ അവിടെ പറഞ്ഞ കാര്യം തന്നെ ഞാനൊന്ന് വളരെ വിശദീകരിച്ച് പറയാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. ഓക്കെ, സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് 1 ക്വാളിഫൈഡ് ആയാലേ നിങ്ങൾക്ക് സ്റ്റേജ് 2 എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പ്രത്യേകത.
സ്റ്റേജ് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ജൂണിലൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറ്. ഇപ്പൊ ജൂൺ 5-നാണ് എക്സാം ഉണ്ടാവാറ്. അതിൽ 2 പേപ്പറാണ് വരുന്നത്. GS1 വരുന്നുണ്ട്, പിന്നെ GS2 അല്ലെങ്കിൽ എന്താണ് സിസാറ്റ് എന്നാണ് ഒരു പേപ്പർ വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണേ. ഈ GS1 200 മാർക്കിലേക്കാണ്. ഓക്കെ, വിശദമായിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ടോ നോക്കാം. അറിയാത്ത ആളുകളാ, അറിയുന്ന ആളത് പെട്ടെന്ന് അടിച്ചു ഒഴിവാക്കാം കേട്ടോ. ഈ 200 മാർക്കില് 100 ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, അതേ സമയത്ത് സിസാറ്റ് ഉണ്ട്. സിസാറ്റ് എന്ന് പറയുന്നത് 200 മാർക്കാണ്, പക്ഷെ 80 ക്വസ്റ്റ്യൻ ആണ്. 80 ക്വസ്റ്റ്യൻ അതിലുള്ളൂ. അപ്പൊ 2.5 മാർക്ക് ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആവണം ഫസ്റ്റ്. ഏത്? സിസാറ്റ് ക്വാളിഫൈഡ് ആയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ GS1 നോക്കുക. 2 എക്സാം എഴുതണം. ഒന്ന് രാവിലെ ഉണ്ടാവുന്നത്, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്നത്, 2 മണിക്കൂർ വീതം വരുന്ന എക്സാം ആണ് രണ്ടും. ഇത് ക്വാളിഫൈഡ് ആവണമെങ്കിൽ 67 മാർക്കാണ് വേണ്ടത്. ഓക്കെ, ഇത് ക്വാളിഫൈഡ് ആയാലേ നിങ്ങൾ എന്ത് ഈ പേപ്പർ നോക്കുള്ളൂ. പല ആളുകൾക്ക് ക്വാളിഫൈഡ് ആവാത്തവരുണ്ട്. ഈ വർഷമൊക്കെ ഉണ്ടോ. മുമ്പൊക്കെ സിസാറ്റിന് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷൻ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മുതൽ സിസാറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സിസാറ്റ് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ സിസാറ്റിന്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടില്ലെങ്കിൽ ഇവിടെയുള്ള ഈ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ GS1 നോക്കും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫ് ഉണ്ടാവും. എത്ര കട്ട് ഓഫ് ആണ്? ഒരു വർഷം മാറിക്കൊണ്ടിരിക്കും. ടഫ് ആകുമ്പോൾ കട്ട് ഓഫ് കുറയും, ഈസി ആകുമ്പോൾ കട്ട് ഓഫ് കൂടും. അതിൽ നിങ്ങൾ പാസ് ആയാലാണ് എന്ത് ചെയ്യുക, സ്റ്റേജ് 2 മെയിൻസിലോട്ട് എത്തുക. ഓക്കെ, മെയിൻസ് ആണ് പ്രധാനപ്പെട്ട എക്സാം. അപ്പൊ മെയിൻസ് എന്ന് പറയുന്നതാണ് ഒന്ന് എവരി ഒക്ടോബറിലൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറ്. ജനുവരിയിൽ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ഉണ്ടാവാറ്. മെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സിലബസിൽ കാണിക്കാം. ടോട്ടലി 9 പേപ്പർ വരുന്നുണ്ട്. അതിൽ 7 പേപ്പറാണ് മാർക്ക് ഉള്ളത്. 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ഇംഗ്ലീഷും ഒരു മലയാളവും കണക്കൂട്ടാം, റീജിയണൽ ലാംഗ്വേജ്. ഈ 7 പേപ്പേഴ്സിന്റെ 250 ആണ് എന്ത് ചെയ്യുന്നത്, 1750 മാർക്കിലോട്ടാണ് മെയിൻസ് വരുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് 275 മാർക്ക്. അങ്ങനെയാണ് 2025 മാർക്കിലോട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എലിജിബിലിറ്റി നോക്കാൻ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇന്ത്യൻ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ ഡീംഡ് യൂണിവേഴ്സിറ്റിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയോ, അല്ലെങ്കിൽ ഡിഗ്രി കറസ്പോണ്ട് അതിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്നോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് മറ്റുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈക്വലന്റ് എന്ന് പറയുന്ന എനി ഡിഗ്രി ഓർ ഡിഗ്രി ഈക്വലന്റ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതി, കിട്ടിയാൽ മതി. MBBS എഞ്ചിനീയറിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, അവരൊക്കെ ഇതിന് ക്വാളിഫൈഡ് ആണ് എഴുതാൻ വേണ്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കി വെക്കണം. 21 വയസ്സായാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മിനിമം ഏജ് ഉണ്ട്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 32 ആണ്. 32 ജനറൽ കാൻഡിഡേറ്റിനാണ്. ഏതില്? 1 ഓഗസ്റ്റ്. ഓക്കെ, എക്സാമിനേഷൻ വരുന്ന 1 ഓഗസ്റ്റിലേക്ക് 32 വയസ്സ് ആവാൻ പാടില്ല. 32 വയസ്സായവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ച് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏജ് ലിമിറ്റ് കുറച്ച് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ പറ്റും. SC ST ആണെങ്കിൽ 37 വയസ്സ് വരെ പറ്റും. ഡിഫൻസ് സർവീസ് പേഴ്സണൽസ്, ഡിസേബിൾ ആയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 40 ഇയേഴ്സ് വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ റിലാക്സേഷൻ എങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. PWDക്കും 37 വയസ്സ് വരെ ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും? ജനറൽ കാറ്റഗറിക്ക് 6 പ്രാവശ്യം, OBC കാറ്റഗറി 9 പ്രാവശ്യം, SC STക്ക് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്, പക്ഷെ 37 വയസ്സ് വരെ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വേക്കൻസി ഒക്കെ എന്ത് ചെയ്യാം, ഓരോ വർഷങ്ങൾ മാറിയിരിക്കാം, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും എന്ന് അറിഞ്ഞിരിക്കാം. 2010 1053 വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. 2012 750. ഇപ്പൊ 2021 എക്സാം 72 എക്സാമിന് വീണ്ടും 1000-ൽ കൂടുതലൊക്കെ ഉണ്ട്. കട്ട് ഓഫും ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് PDF നോക്കിയാൽ മതി, കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത് കേട്ടോ. ജനറൽ കാറ്റഗറിയും SC ST കാറ്റഗറിയും അത് OBC കാറ്റഗറി ഒക്കെ എന്താണ് ഡിഫറെന്റ് ആണ് കട്ട് ഓഫിന്റെ കാര്യം. സർവീസ് ലിസ്റ്റ് നോക്കാൻ ഓൾ ഇന്ത്യ സർവീസ് 2 എണ്ണമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ IAS-ഉം IPS-ഉം. മറ്റുള്ള അത് കൂടാതെ ഗ്രൂപ്പ് A സർവീസ് കുറെ ഉണ്ട്. IFS പോലത്തെ കാര്യങ്ങൾ ഗ്രൂപ്പ് A സർവീസിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് B സർവീസും കുറെ കിടക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ ധാരാളം പോസ്റ്റ് ഇതിലുണ്ട്. ഓക്കെ, ഇതാണ് പിന്നെ വരുന്ന കാര്യങ്ങൾ. മെയിൻസ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. മെയിൻസ് എക്സാമിനേഷനിൽ വരുന്ന പേപ്പേഴ്സ് ആണ്. പേപ്പർ A, പേപ്പർ B വരുന്നുണ്ട്. ഇത് 2 ക്വാളിഫയിങ് പേപ്പർ ആണ്. ഓക്കെ, ഒന്ന് ഇംഗ്ലീഷ്,
അതുപോലെ തന്നെ മറ്റൊന്നെന്താണ് ഒരു റീജിയണൽ ലാംഗ്വേജ് ഒരു ഇംഗ്ലീഷും. ഇത് രണ്ടും 300 മാർക്കിലേക്കാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. ഏകദേശം ഒരു 75 മാർക്ക് കിട്ടിയാൽ ക്വാളിഫൈഡ് ആവും. അതാണ് എന്റെ പ്രത്യേകത. പിന്നെ വരുന്ന പേപ്പർ 1 വരുന്ന essay ആണ് 250 മാർക്ക്. പേപ്പർ 2 വരുന്ന GS1 ആണ്, ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതാണ്. പേപ്പർ 3 എന്ന് പറയുന്നത് GS2 ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻ വരുന്ന 250 മാർക്കിലേക്ക്. പേപ്പർ 4 എന്ന് പറയുന്നത് GS3 ആണ്, ടെക്നോളജി, എക്കണോമി, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പേപ്പർ 5 എന്ന് പറയുന്നത് GS4 ആണ്, എത്തിക്സും കാര്യങ്ങൾ വരുന്നത്. പേപ്പർ 6ഉം 7ഉം ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, ഇതിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം. എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ മുമ്പ് ഞാൻ ഓൾറെഡി ക്ലാസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ നോക്കാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ടോട്ടലി 1750 മാർക്കിലോട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏത് മെയിൻസ്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അങ്ങനെ 2025 മാർക്കിലേക്കാണ് ടോട്ടൽ വരുന്നത്. ഇതാണ് പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വ്യക്തമായ സിലബസ് നമുക്ക് UPSC തരുന്നുണ്ട്. ഈ സിലബസ് ബേസ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, PCM ക്ലാസ് എന്ന് പറയും, പ്രിലിംസ് കം മെയിൻസ്. പ്രിലിംസും മെയിൻസും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന പ്രോഗ്രാമാണ്. വളരെ കുറഞ്ഞ ഫീസിലുള്ള പ്രോഗ്രാമാണ്. കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ഇപ്പൊ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രോഗ്രാം, ഞാൻ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രോഗ്രാം നമ്മുടെ സിലബസും കാര്യങ്ങളോട്ട് സെൽഫായിട്ട് പഠിക്കുന്നവരും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ആളുകളും, അതുപോലെ തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ മെന്റർ ആവശ്യമായി വരും. പലപ്പോഴും പഠിക്കുന്ന സമയത്ത് വ്യക്തമായ ഒരു ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആൻസർ റൈറ്റും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. IMP എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് മെന്റർഷിപ്പ് ആണ്. 1-to-1 മെന്ററിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട്. ഓരോ കാര്യങ്ങളും ആൻസർ റൈറ്റിംഗിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യാം, ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് തിരിച്ചു പോവാം. ഇതാണ് 2025 മാർക്ക് വരുന്നത്. ഇതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ സിലബസ് എന്ത് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഏതൊക്കെ ലാംഗ്വേജ്, ലിസ്റ്റ് ഓഫ് ലാംഗ്വേജ് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളവർ പറയുന്നുണ്ട്. ഓക്കെ, മലയാളം ഒക്കെ അടക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് ഇതൊക്കെ എടുക്കാം. അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ ആന്ത്രപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റും അതിൽ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് PDF വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവുന്ന കാര്യമാണല്ലോ അതൊക്കെ. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന അവസാന ഘട്ടം, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നോളജ് അല്ല, പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം ആണ്. ഓക്കെ, അതും കൂടി കഴിയുന്നതോട് കൂടിയാണ് സിവിൽ സർവീസ് എക്സാം കംപ്ലീറ്റ് ആവുന്നത്. അതിന്റെയും കൂടി ബേസിലാണ് എന്ത് ചെയ്യുക, എക്സാം റിസൾട്ട് വരിക. അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ലിസ്റ്റിൽ വരും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ നമ്പറുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ PCM ക്ലാസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്ററിംഗ്, അതുപോലെ തന്നെ KS ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഈ വർഷം മുതൽ CSAT-ന്റെ 1 year കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, CSAT 1 year ആയിട്ട് എന്ത് ചെയ്യാം വേണമെങ്കിൽ പഠിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാം. ഓപ്ഷൻ സബ്ജക്ട് വളരെ കുറഞ്ഞ ഫീസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. മലയാളം, ഫിലോസഫി തുടങ്ങിയ ഓപ്ഷനാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്താ ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും